ആം ആദ്മി പാർട്ടിയുടെ നിലപാട്, സംസ്ഥാന തലത്തിലുള്ള നിലപാട് വളരെ വ്യക്തമാക്കിയ ശ്രീ സെൻ ടീച്ചർക്ക് പ്രത്യേകം നന്ദി. അടുത്തതായിട്ട് നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി ആം ആദ്മി പാർട്ടി കോട്ടയം ജില്ലാ പ്രസിഡന്റ് ശ്രീ ജോയ് ആനിത്തോട്ടൻ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷ, നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ സജിൽ കുര്യൻ, എന്നെ ശ്രമിക്കുന്ന വേദിയിലും പരിസരത്തും ഉള്ള വാര്യാനിക്കാട്ടെയും അതുപോലെ തെടനാട് പഞ്ചായത്തിലെയും പുറത്തു നിന്നുള്ളതുമായ എല്ലാ പൗരന്മാർക്കും എന്റെ നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സംഭാഷണം ആരംഭിക്കുക. വാര്യാനിക്കാട് ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ജനങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധി ഇല്ലാതിരുന്നാൽ അത് ശരിയാകുമോ? അദ്ദേഹവും കേൾക്കാൻ വന്നിട്ടുണ്ട്. അദ്ദേഹവും ഇവിടുത്തെ കാര്യങ്ങളും പ്രസംഗങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ജനങ്ങളുടെ പ്രതിനിധിയുടെ റോൾ എന്താണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് പല പ്രശ്നങ്ങളിലൂടെ വാര്യാനിക്കാട് ഉണ്ടായി പോകുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് സാധാരണ ജനങ്ങളുടെ സംഭാഷണങ്ങളിൽ നിന്നും മനസ്സിലായത്, ഗ്രാമസ്വരാജ് വിഭാവനം ചെയ്യുന്ന അല്ലെങ്കിൽ പഞ്ചായത്തി രാജ് ആക്ട് അനുസരിച്ച് നമ്മുടെ പഞ്ചായത്തിൽ ഒരു ഭരണസമിതി ഉണ്ടെന്നും ആ ഭരണസമിതി ന്യായമായ കാര്യങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കുന്നില്ല എന്നതുമാണ് എനിക്ക് മനസ്സിലായത്. പത്രത്തിൽ തന്നെ വന്നിട്ടുണ്ട്. പത്രത്തിൽ ഇവിടെ ഒരു സമരസമിതി ഉണ്ടാക്കി അതിലൊരു ബിജു എന്ന് പറയുന്ന ആരോ ഉണ്ടെന്ന് പറയുന്നു. പത്രത്തിൽ എഴുതി വന്നിരിക്കുന്നതാണ്, ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് നേടിയെടുത്ത ലൈസൻസിന്റെ മറവിലാണ് ക്വാറി പ്രവർത്തിക്കുന്നതെന്ന് സമരസമിതി കൺവീനർ ബിജു പറഞ്ഞു. ഈ സമരസമിതി ആരോടൊപ്പമാണ്? ജനങ്ങളോടൊപ്പമാണോ അതോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കൊപ്പമാണോ? ജനങ്ങളോടൊപ്പമാണോ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കൊപ്പമാണോ അതോ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കൊപ്പമാണോ? ഉദ്യോഗസ്ഥർക്കൊപ്പം നിന്നിട്ട് ഒരു കാര്യവുമില്ല. ഉദ്യോഗസ്ഥർക്ക് കഴുത്തിൽ കയറ് വീണ പോലെ അവരുടെ നിയമങ്ങൾ വളരെ കൃത്യമായി ഇന്ത്യയുടെ നിയമങ്ങളിൽ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ഒരു ചുക്കധികാരവും ഇവിടെ ഇല്ല. ഒരു ചുക്കിന്റെ അധികാരവും ഉദ്യോഗസ്ഥർക്ക് ഇവിടെ ഇല്ല. ഇവിടെ ഭരിക്കുന്നത് ജനാധിപത്യ നാട്ടില് ഭരണം നടത്തുന്ന ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ജനാധിപത്യപരമായി ഭരണം നടത്തുന്ന തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ തന്നെയാണ്. തിടനാട് പഞ്ചായത്തിൽ ഭരണസമിതിയെ തെരഞ്ഞെടുത്ത് വിട്ടിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഭരണത്തിന്റെ നേട്ടവും കോട്ടവും അവർക്ക് അവകാശപ്പെട്ടതാണ്. ഇവിടെ നേട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കാണ്, കോട്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കാണ്. അവരുടെ നേട്ടം നമുക്ക് സ്വീകരിക്കാനാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊള്ളാവുന്നതാണെങ്കിൽ സ്വീകരിക്കണം. അവരെ തന്നെ വീണ്ടും തെരഞ്ഞെടുത്ത് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുവരണം. അല്ല, അത് മോശമാണെങ്കിൽ അവരെ മാറ്റാനുള്ള അധികാരം അടുത്ത തെരഞ്ഞെടുപ്പിലേ നമുക്ക് കിട്ടൂ. അതാണ് പാർലമെന്ററി ഡെമോക്രസിയുടെ അല്ലെങ്കിൽ പ്രാതിനിധ്യ സ്വഭാവമുള്ള ജനാധിപത്യത്തിന്റെ രീതി. ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് സാധാരണക്കാരുടെ ഒരു സംഘടനയാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയാണ്. ആരാണ് ഈ സാധാരണക്കാർ? സാധാരണക്കാർ എന്ന് പറഞ്ഞാൽ പണത്തിന്റെയോ അധികാരത്തിന്റെയോ ബലത്തിൽ മറ്റുള്ളവരെ ചൂഷണം ചെയ്യാത്ത ആരും സാധാരണക്കാരനാണ്. അത് ഉദ്യോഗസ്ഥരാകട്ടെ, പഞ്ചായത്ത് പ്രതിനിധിയാകട്ടെ, ആരുമായിക്കോട്ടെ. സാധാരണ മനുഷ്യനെ മറ്റു മനുഷ്യരെ ചൂഷണം ചെയ്യാത്ത, അധികാരത്തിന്റെ ബലത്തിലും പണം കാണിച്ചും പണം കൊണ്ടും ചൂഷണം ചെയ്യാത്ത എല്ലാവരും സാധാരണക്കാരാണ്. എല്ലാ സാധാരണക്കാർക്കും ഉള്ള ഒരു കൂട്ടായ്മയാണ് ആം ആദ്മി എന്ന് പറയുന്ന കൂട്ടായ്മ. ആം ആദ്മി എന്ന ഹിന്ദി വാക്കിന്റെ അർത്ഥം സാധാരണക്കാരുടെ എന്നാണ്. പക്ഷെ പാർട്ടി എന്ന് എന്തുകൊണ്ടാണ് ചേർക്കേണ്ടി വന്നത്? നമ്മുടെ ഭരണഘടനയിൽ നിയമപ്രകാരം പാർട്ടി രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ വഴി സൈഡിൽ നിന്ന് ഇന്നിവിടെ ഇത് വിളിച്ചു പോകുന്നതിനുള്ള അധികാരം അല്ലെ, ലൈസൻസ് അല്ലെ, പെർമിഷൻ അല്ലെ, ഇന്റിമേഷൻ നമ്മൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്നറിയോ കൊടുത്തത്? ഇതിന് വേണ്ടുന്ന നിയമസഹായം, ഇത് പറയാൻ ഓരോ പൗരനും അവകാശമുണ്ട്. അവനവന്റെ കാര്യങ്ങൾ വിളിച്ചു പറയാനുള്ള അവകാശം ഇന്ത്യയിൽ ഭരണഘടന നൽകുന്നുണ്ട്. അത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഓരോ പൗരനും അവകാശപ്പെട്ടതാണ്. എനിക്കോ ഇവിടെ ഇരിക്കുന്ന കുറെ നേതാക്കന്മാർക്കോ മാത്രമല്ല. പ്രത്യേകിച്ച് രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയം പറയാൻ അവകാശപ്പെട്ടവരാണ് പാർട്ടി എന്ന് പറയുന്ന സംഘടനയിലുള്ളവർ. ആ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ
രാഷ്ട്രീയം പറയാം, പ്രവർത്തിക്കാം, ചെയ്യാം. ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് സാധാരണക്കാരുടെ കൂട്ടായ്മയ്ക്ക് പബ്ലിക്കായിട്ട് ജനങ്ങളോട് രാഷ്ട്രീയം പറയാനുള്ള വേദിയാണ്. എല്ലാവർക്കും വരാം. ഈ കൂടെ ഇരിക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, ഈ കൂടെ ഇരിക്കുന്നതിൽ കോൺഗ്രസ്സുകാരുണ്ട്, ഉണ്ടായിരുന്നു അന്നത്തെ കോൺഗ്രസ്സുകാരാണ്, പഴയ കോൺഗ്രസ്സുകാരാണ്, കേരള കോൺഗ്രസ്സുകാരാണ്, BJP-ക്കാര് പോലും ഉണ്ട്. അവർക്ക് മനസ്സിലായി ജനങ്ങൾക്ക് വേണ്ടിയല്ല, കുറെ കുത്തക മുതലാളിമാർക്ക് വേണ്ടി, കുറെ സ്വാർത്ഥ മനുഷ്യർക്ക് വേണ്ടി കൊടി പിടിക്കുന്നതല്ല രാഷ്ട്രീയം, ജനങ്ങൾക്ക് ക്ഷേമം ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ് രാഷ്ട്രീയമെന്ന് അവർക്ക് മനസ്സിലായപ്പോ അവർ വന്നു. ധീരതയുടെ പ്രതീകമായ തൊപ്പി വെച്ചിറങ്ങി നിൽക്കാൻ തയ്യാറായി. നിങ്ങളെ ഏവരെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ് സ്വതന്ത്രമായ മനുഷ്യരായി ജീവിക്കുന്നതിന് വേണ്ടി, ഒരു പാർട്ടിയുടെ അടിമയല്ലാതെ സ്വതന്ത്രമായി ജീവിക്കുന്നതിന് വേണ്ടി അധികാരവും അവകാശവുമുള്ള സാധാരണ പൗരനെ പോലെ ഭാരതത്തിന്റെ മണ്ണിൽ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കുന്നതിന് വേണ്ടി നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ പാർട്ടിയിൽ അടിമത്തമില്ല. ഈ പാർട്ടിയെ കുറ്റം പറയാൻ അവകാശമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യമുള്ള ആളുകളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഭീരുക്കൾ വരേണ്ടതില്ല. ഈ ഭീരുക്കളെ കുറിച്ച് പറഞ്ഞപ്പോ എനിക്ക് മേഡത്തെ ഓർമ്മ വരികയാണ്. മേഡം പറഞ്ഞു ഇവിടെ വളരെ സ്ത്രീകൾ വന്നിരിപ്പുണ്ട്, അളമുട്ടിയാൽ സ്ത്രീകളാണ് ആദ്യം ഇറങ്ങുക. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ രഹസ്യാന്വേഷണ വകുപ്പിലും പോലീസിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ആളാണ്. എനിക്കറിയാം ഒരു നാട്ടിൽ വന്ന് ഇറങ്ങി കഴിഞ്ഞാൽ എങ്ങനെ അവിടുത്തെ വിവരങ്ങൾ അറിയണമെന്നുള്ളത് അറിയാം. ഇവിടെ വാര്യാനിക്കാട് പ്രദേശത്ത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് എന്താണെന്ന് അറിയാമോ? ഭീഷണിയുടെ സ്വരത്തിൽ വോയിസ് ക്ലിപ്പുകൾ ഇറക്കുക, സെക്രട്ടറി ആണെന്നും പറഞ്ഞ് വോയിസ് ക്ലിപ്പുകൾ ഇറക്കുക, വാട്സപ്പുകളിൽ മെസ്സേജുകൾ കൊടുക്കുക, ഭീഷണിപ്പെടുത്തുക. ഇൻഡയറക്റ്റ് ആയിട്ട് ഞങ്ങൾ അത് ചെയ്യും, രാഷ്ട്രീയം അറിയത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പെടുത്തുക. യഥാർത്ഥത്തിൽ ഒരു ചൊല്ലുണ്ട്, പൊളിറ്റിക്സ് ഈസ് ദ ലാസ്റ്റ് റിസോർട്ട് ഓഫ് സ്കൗണ്ടറൽസ് എന്നാണ് പറയുക. അതായത് തെമ്മാടികളുടെ അവസാനത്തെ ശരണ കേന്ദ്രമാണ് രാഷ്ട്രീയം. സത്യമാണ്. ഇന്ത്യയിലും കേരളത്തിലും തെമ്മാടികളുടെ അവസാനത്തെ ശരണകേന്ദ്രമായി രാഷ്ട്രീയ പാർട്ടികൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതാണ് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആപത്ത്, അല്ലെങ്കിൽ അപകടം. ഇന്ന് രാഷ്ട്രീയ പാർട്ടികൾ BJP-യുടെ കാര്യം എടുത്തു നോക്കുക. അവർക്ക് എന്ത് അനീതിയും എന്ത് അക്രമവും ആകാം, വർഗീയതയുടെ പേരിൽ അഴിമതികളാകാം. കുത്തക മുതലാളിമാർക്ക് വേണ്ടി ജീവിക്കുന്ന ഏജന്റ് ആകുന്ന, ബ്രോക്കർ ആകുന്ന BJP, അതുപോലെ മറ്റു പാർട്ടികളിലെ എന്തിന് തെടനാട് പഞ്ചായത്തിലെ ഭരണസമിതി എടുത്തു നോക്കണം. ആരൊക്കെയാണ് അവിടെ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് നാടിനെ ചൂഷണം ചെയ്യുന്നതിന് തന്നെ ജനങ്ങളുടെ അവകാശങ്ങളും അധികാരങ്ങളും മറന്നുകൊണ്ട് അവരുടെ ക്ഷേമം നോക്കാതെ അവർക്ക് വേണ്ടി ആണെന്നുള്ള വ്യാജേന നിൽക്കുന്ന എത്രയോ പാർട്ടികൾ ഇവിടെയുണ്ട്. അതിൽ നിന്നെല്ലാം മതി സ്വാർത്ഥതയൊന്ന് കുറച്ച് മാറ്റി വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും നന്മയുണ്ടാകുന്ന കാര്യത്തിലേക്ക് പോകാം. എന്തിനിവിടെ വാര്യാനിക്കാട് നടക്കുന്ന പാറമടയിലേക്ക് ഒന്ന് ചെന്ന് നോക്കണം. നീളം വീതിയും പൊക്കമൊന്ന് അളന്നു നോക്കണം. ഉദ്യോഗസ്ഥർ ഇവിടെ വരില്ല. ഉദ്യോഗസ്ഥർ വരാതിരിക്കാനുള്ള കാരണം ഇവിടെ ഭരണസമിതി ഏർപ്പാടാക്കിയിട്ടുണ്ടായിരിക്കും. ഒന്ന് അളന്നു നോക്കണം. എത്ര ലോഡ്, അതായത് 10ാം ക്ലാസ് പഠിച്ചവർക്കറിയാം അതിന്റെ വോളിയം അളക്കാൻ, അതിന്റെ എത്രമാത്രം കല്ല് അവിടുന്ന് പൊട്ടിച്ചു മാറിയിട്ടുണ്ടെന്ന്. അതിനുശേഷം എത്ര ലോഡ് പാറ കൊണ്ടുപോകുന്നതിന് വേണ്ടി, എത്ര കുവിക്കടി പാറ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ലൈസൻസ് കൊടുത്തിരിക്കുന്നതെന്നൂടെ അന്വേഷിച്ച് നോക്കണം. മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് നിയമം വിട്ട് ചെയ്യില്ല, കാരണം അവർക്ക് ജോലി ചെയ്യണം. ഉള്ളിൽ കൂടുതൽ അവിടെ പൊട്ടിച്ചു മാറിയിട്ടുണ്ടെങ്കിൽ അത് അഴിമതിയാണ്. ആ പണം എവിടെ പോയി? പാറയുടേതാകട്ടെ, മണലിന്റേതാകട്ടെ, വെള്ളത്തിൻ്റെതാകട്ടെ, ഈ സമ്പത്തിന്റെ മുഴുവൻ ഉടമസ്ഥർ ഇവിടുത്തെ എല്ലാ ജനങ്ങളുമാണ്. അതിന്റെ അവകാശം എന്നെ ശ്രമിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും തുല്യമാണ്. പഞ്ചായത്ത് പ്രസിഡന്റിന് കൂടുതൽ, സെക്രട്ടറിക്ക് രണ്ടാമത്, പ്രതിപക്ഷ നേതാവിന് കൂടുതൽ, അല്ലെങ്കിൽ കുറച്ചുകൂടെ, അല്ലെ കുറച്ച് കുറവ് എന്നൊന്നുമല്ല. ഓരോ പൗരനും തുല്യമായ അവകാശമാണ് ഇവിടുത്തെ ഓരോ പാറക്കഷ്ണത്തിലുമുള്ളത്. കാരണം അത് ദേശത്തിന്റെ സമ്പത്താണ്, നമ്മുടെ എല്ലാവരുടെയും കൂടെയാണ് ഈ പാറകളെല്ലാം തന്നെ. അതൊന്ന് കണക്ക് നോക്കണം. ഇതുവഴി കടന്നു പോയിരിക്കുന്ന ലോറിയുടെ കണക്ക് നോക്കണം. ആം ആദ്മി പാർട്ടി വന്നാൽ ഈ പാറമട നിർത്തലാക്കണമെന്നുള്ള ആവശ്യത്തോട് നമ്മൾ യോജിച്ചുകൊണ്ട് തന്നെ പറയുകയാണ്. എന്ത് ഭൂവിഭവങ്ങൾ എന്ത് തന്നെ ആയാലും, പ്രകൃതി വിഭവങ്ങൾ എന്ത് തന്നെ ആയാലും അതിന്റെ അവകാശികൾ സാധാരണ ജനങ്ങളായിരിക്കും. അതിന്റെ നേട്ടം തുല്യമായി വീതിക്കപ്പെടും. അല്ലാതെ കുറച്ച് ബ്രോക്കർമാരായ രാഷ്ട്രീയ ദലാളന്മാർക്ക് മാത്രം വെച്ചിട്ടുള്ളതല്ലത്.
ദൗർഭാഗ്യമാണ്. അതുകൊണ്ട് നിങ്ങളോട് ഞങ്ങൾക്കാർക്ക് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആവശ്യമല്ല. ഇവിടെ നാളെ ഇവിടെ ഇരിക്കുന്ന ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കി നിർത്തി വോട്ട് ചോദിക്കാൻ വന്നതല്ല നിങ്ങൾ ആരെ നല്ലവരെന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നവരെ നിർത്തിയാൽ അവർ ജനങ്ങൾ പറയുന്ന ജനങ്ങളുടെ പ്രതിനിധിയായിരിക്കണം. ഞാൻ ഇവിടെ പറയുന്നത് കേട്ടു, ഇവിടെ വന്നപ്പോഴേ കേട്ടു, ഇവിടെ രക്ഷാധികാരി ഉണ്ട്. എത്ര രക്ഷാധികാരി? ഒരു രക്ഷാധികാരിയുമില്ല. പഞ്ചായത്തിന്റെ കൺവീനറാണ്. പഞ്ചായത്തിന് ഗ്രാമസഭ വിളിച്ചു കൂട്ടാൻ 10% ആളുകൾ, ഈ ഗ്രാമത്തിലെ 10% ആളുകൾ ആവശ്യപ്പെട്ടാൽ പഞ്ചായത്തിന്റെ ഗ്രാമസഭ വിളിച്ചു കൂട്ടാം. നോട്ടീസ് നൽകി വിളിച്ചു കൂട്ടിയിരിക്കണം. പഞ്ചായത്ത് ഗ്രാമസഭ തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കിയിരിക്കണം. അത് നടപ്പിലാക്കാനാണ് ഈ ഭരണസമിതിയും മറ്റും. പക്ഷെ അത് നടപ്പിലാക്കാത്തത് ദുർലാക്കുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയുള്ള നേട്ടമുള്ളത് കൊണ്ടാണ്, അല്ലെ നോട്ടമുള്ളത് കൊണ്ടാണ്. ഞങ്ങൾ ഈ പ്രതിഷേധത്തിൽ യോജിക്കുകയാണ്, ജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം നിൽക്കുകയാണ്. ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തടത്തോളം കാലം ഒരു പ്രസ്ഥാനവും, ഇവിടെ ഒരു റബ്ബർ ഫാക്ടറിയുടെ വെള്ളം ഒഴുകുന്നുണ്ട്, മറ്റൊരു പഞ്ചായത്തിലെ റബ്ബർ ഫാക്ടറി വെള്ളം, ദുർഗന്ധം വമിക്കുന്ന വെള്ളം തോട്ടിലൂടെ ഒഴുക്കി വിടുന്നത് ഈ പഞ്ചായത്തിലെ, ഈ വാർഡിലേക്കാണ്. എന്തൊരു അക്രമമാണ്! അത് മുഴുവൻ, വേസ്റ്റ് മുഴുവൻ ഇവിടെ സഹിക്കണോ? ഒന്നും നിർത്തലാക്കണ്ട, ഒരു സംരംഭവും നിർത്തലാക്കണ്ട. നിയമങ്ങളുണ്ട്. വെള്ളം മാലിന്യമുക്തമായ ഒരു നാട് നമുക്ക് അവകാശമാണ്. അതിനുള്ള നിയമങ്ങളുണ്ട്. ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ മലിനജലം ശുദ്ധമാക്കിയതിന് ശേഷം മാത്രമേ തോടുകളിൽ ഒഴിക്കാൻ പാടുള്ളൂ. തോടുകളിൽ ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് റീസൈക്കിൾ ചെയ്ത് ചെടികൾക്കും മരങ്ങൾക്കുമായി കൊടുക്കുന്നതിന് ഇഷ്ടംപോലെ എടുക്കാവുന്നതാണ്. അതുപോലെ മലിനജല സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിച്ചിരിക്കണം. എന്തുകൊണ്ടാണ് ഇന്നത്തെ ഭരണസമിതി അത് സ്ഥാപിക്കുന്നതിൽ താല്പര്യം കാണിക്കാത്തത്? അതാണ് ചോദ്യം. കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാനായി ഇവരത് മാറ്റി വെക്കുന്നു. എന്തുകൊണ്ടാണ്? എന്ത് നേട്ടമാണ് അവർക്കുള്ളത്? സ്വാർത്ഥതയാണ്, അഴിമതിയാണ് എന്ന് നമ്മൾ ആരോപിക്കാൻ ഒരു കാരണമല്ലേ അത്? ഭരണസമിതിയുടെ പരാജയമായി അതെണ്ണും. ഈ വാർഡിലെ ജനങ്ങളുടെ പ്രതിനിധിയാ, ലക്ഷാധികാരി ഒന്നുമല്ല. ജനങ്ങൾ പറയുന്ന, ആഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് വാർഡിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആൾ വേണ്ടത്. അവരുടെ കാര്യങ്ങൾ വാദിച്ച് നേടേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളെ, പ്രിയപ്പെട്ട വാര്യാനിക്കാട് നിവാസികളെ, തിടനാട് പഞ്ചായത്തിലെ തന്നെ ജനങ്ങളെ, നിങ്ങളുടെ പൗരന്റെ ഓരോ അവകാശവും ആരുടെ ഔദാര്യമല്ല. അതാദ്യം മനസ്സിലാക്കണം. നിങ്ങളുടെ അവകാശം നിങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടി ഇനി ഒരു ബ്രോക്കർ ഇടപാട് വേണ്ട. അധികാരം സ്വയം ജനങ്ങൾ ഏറ്റെടുക്കണം. അധികാരം ജനങ്ങളിലേക്ക് എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെ മുദ്രാവാക്യങ്ങളിൽ ഒന്ന്. ജനങ്ങൾ നേരിട്ട് ഭരിക്കുന്ന ഒരു സംവിധാനം. ഈ പാർട്ടിയുടെ വോളണ്ടിയറായി വരുന്നവരൊന്നിച്ചിരുന്ന് ആലോചിച്ച് ജനങ്ങളുടെ ഇഷ്ടം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കി സർവേകൾ നടത്തിയിട്ടാണ് തീരുമാനങ്ങൾ ഉണ്ടാക്കുക. ആം ആദ്മിയുടെ ഭരണസമിതി ആയിരുന്നു എങ്കിൽ ഗ്രാമസഭ പാസാക്കുന്നത് സ്വതന്ത്ര മനസ്സോടുകൂടി പാസാക്കിയ മിനിറ്റ്സ് എഴുതുകയും ചെയ്തു കഴിഞ്ഞാൽ അതനുസരിച്ച് മാത്രം ഭരണം നടക്കുന്ന ഒരു വ്യവസ്ഥ ഉണ്ടാകും. ജനങ്ങൾക്ക് ഉപദേശം നൽകുന്നതിന് വേണ്ടി ഇവിടെ ഇരിക്കുന്നതിൽ പല എക്സ്പേർട്ടുകളുണ്ട് പല കാര്യങ്ങളിൽ എന്ന് പറഞ്ഞ പോലെ എക്സ്പേർട്ടുകൾ വന്ന് കോടതിയിലും ഹൈക്കോടതിയിലും അതുപോലെ തന്നെ ബാങ്കുകളിലും ഒക്കെ ജോലി ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. അവർ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. സാധാരണ മനുഷ്യന് കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിദ്യാഭ്യാസം നൽകിയിരിക്കുന്നവരാണ് ഇവരെയൊക്കെ. അവരൊക്കെ ഈ ഒരു ദിവസമല്ലെങ്കിൽ മറ്റൊരു ദിവസം ഇതിനു മുമ്പ് സർക്കാർ ജോലികളിൽ തന്നെ ഇരുന്നവരാകാം, അല്ലാതെ പ്രൈവറ്റ് ജോലികൾ ചെയ്തവരാകാം. അതിൽ കാര്യമില്ല. സ്വതന്ത്ര മനസ്സോടുകൂടി നിങ്ങൾ അവർ പറയുന്ന ഉപദേശം കേട്ടതിന് ശേഷം നാടിന്റെ നന്മയ്ക്ക്, പൊതു നന്മയ്ക്ക് വേണ്ടി കാര്യങ്ങൾ സ്വീകരിക്കുക. പ്രിയപ്പെട്ട ദേശനിവാസികളെ, രാഷ്ട്രീയ രൂപം മാറ്റണം, രാഷ്ട്രീയത്തിന്റെ രീതി മാറ്റണം. നമ്മുടെ രാഷ്ട്രീയം ഈ ബ്രോക്കർ പണി നിർത്തലാക്കണം. സ്വതന്ത്ര മനുഷ്യരായി ഇഷ്ടമുള്ള രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചാൽ പോലും തെറ്റിദ്ധാരണകൾ പരത്തുന്ന വോയിസ് ക്ലിപ്പുകളും അതുപോലെയുള്ള ഈ മനുഷ്യരെ പേടിപ്പെടുത്തുന്നതുമായ ഭീഷണിയുടെ അക്രമത്തിന്റെ രാഷ്ട്രീയവും കൈവെടിഞ്ഞുകൊണ്ട് നല്ല ഒരു രാഷ്ട്രീയ ഭാവി ഈ നാടിനുണ്ടായില്ലെങ്കിൽ ഈ നാടിന് ഇനി രക്ഷയില്ല. മറ്റു വയനാടുകൾ ഇവിടെയും ആവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് നാം ഓർക്കണം. പ്രിയപ്പെട്ടവരെ, യാതൊരു പാർട്ടിയോടും പ്രത്യേകിച്ചൊരു വിദ്വേഷവും ഇല്ലാതെ ജനങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഭരണസമിതി ഒരു മാസത്തിനുള്ളിൽ ഈ പറയുന്ന പാറമട അടച്ചു പൂട്ടിക്കൊണ്ട് അവര് കഴിവുള്ളവരാണെന്ന് തെളിയിക്കാനായി ഞാൻ വെല്ലുവിളിക്കുകയാണ്.
വെല്ലുവിളി ഒരു ചലഞ്ചാണ് എന്ന് പറഞ്ഞാൽ ഒരു ധൈര്യമുണ്ട് എന്ന് കാണിക്കാൻ ഒരു അവസരമാണ്. അതിനെ പേഴ്സണലായിട്ട് എടുക്കണ്ട. ഒന്ന് ശ്രമിച്ചു നോക്കൂ. അത് കഴിയുന്നില്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു. എന്റെ പൂർവികരായി ഇവിടെ ഈ പഞ്ചായത്തിലൊക്കെ ഉണ്ടായിരുന്ന വാർഡ് മെമ്പർമാരായിട്ട് ഉണ്ടായിരുന്നവരും പരാജയപ്പെട്ടു. കാരണം 2018 മുതൽ ഇവിടെ സമരം നടന്നു വരികയാണ്. അന്നും ഉണ്ടായിരുന്നവർ പരാജയപ്പെട്ടു, ഞാനും പരാജയപ്പെട്ടു. പാരമ്പര്യമായി ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ എന്ത് വേണേൽ ചെയ്തു എന്ന് മാറി നിൽക്കണം. വേറെ നിൽക്കേണ്ട നാട്ടുകാർ മാറ്റി നിർത്തിക്കോളൂ വോട്ട് ചെയ്യുമ്പോ. അതിനുവേണ്ടി നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തിക്കൊള്ളുക സുഹൃത്തുക്കളെ. തീർച്ചയായും വാര്യാനിക്കാട്ടെ ജനങ്ങൾക്ക് മാത്രമല്ല, തിടനാട്ടിലെ ജനങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിൽ ഒന്നടങ്കം മാറ്റത്തിന്റെ കാഹളം മുഴക്കിക്കൊണ്ട് സാധാരണ പൗരന്മാർ അധികാരം കൈയാളുന്നതിന് ഗാന്ധിജിയുടെ വിഭാവനം ചെയ്ത ഗ്രാമസ്വരാജ് ഈ നാട്ടിൽ നീണാൽ വാഴട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എന്റെ നമസ്കാരം.